എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സൺസ്ക്രീനിന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, ദ ഡെർമാക്കോന്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ SPF 50 PA++++. അപ്പോൾ ഈ സൺസ്ക്രീനിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഒട്ടും ഓയിലി ഫീല് തരാത്ത ഒരു UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ദ ബെസ്റ്റ് ആണ് കേട്ടോ. നമുക്കപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ബോട്ടിൽ വരുന്നത് 50 ഗ്രാമിന്റെ ആണ് കേട്ടോ. കൂടാതെ ഈ സൺസ്ക്രീൻ ബ്രോഡ് സ്പെക്ട്രം UVA UVB പിന്നെ ബ്ലൂ ലൈറ്റിൽ നിന്നും സംരക്ഷണം തരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലെ ആന്റി ഓക്സിഡന്റ് നിലനിർത്തുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ സ്കിന്നിന്റെ ഡാമേജിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. ഇതിനൊട്ടും സ്മെല്ലില്ല കേട്ടോ, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സ്മെല്ലിനൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ടെക്സ്ചർ നോക്കാം. ഇതൊരു അക്വാ ജെൽ ഫോർമുല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അബ്സോർബ് ആയി പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ അത് നല്ലപോലെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി. പിന്നെ എനിക്ക് ഈ സൺസ്ക്രീൻ ഇഷ്ടപ്പെടാനായിട്ട് കാരണം ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. ഒട്ടും നമ്മളുടെ സ്കിന്നിൽ ഇട്ടുണ്ടെന്നുള്ളൊരു ഫീലേ വരില്ല. നല്ല ലൈറ്റ് വെയിറ്റും ഒട്ടും വൈറ്റ് കാസ്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ടുണ്ടെന്നുള്ളൊരു ഫീലേ വരില്ല. മാത്രമല്ല ഇതൊട്ടും സ്റ്റിക്കി അല്ല, നോൺ സ്റ്റിക്കി ആണ്. പിന്നെ ഒട്ടും ഗ്രീസിയും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആട്ടോ. ഇത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 50 to 20 മിനിറ്റ്സ് മുമ്പ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. ഫേസിലാണോ എവിടെയാണോ, നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും 15 to 20 മിനിറ്റ്സ് മുമ്പ് നമ്മൾ അത് അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫേസിൽ, നെക്കിൽ, പിന്നെ നമ്മുടെ എക്സ്പോസ് ആയിട്ടുള്ള എവിടെയൊക്കെയാണോ എന്ന് വെച്ചാൽ കൈ, കാല് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. മാത്രമല്ല റീഅപ്ലൈ ചെയ്യാനായിട്ട് ഒട്ടും മടിക്കരുത്, ഒട്ടും മറക്കരുത്. അത് ഒരു 2 to 3 hours ഗ്യാപ്പിൽ നമ്മൾ റീഅപ്ലൈ ചെയ്തിരിക്കണം. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 മാസമായിട്ടുള്ളൂ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട്. അപ്പൊ തന്നെ എൻ്റെ സ്കിൻ നല്ല പോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ മാത്രം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇത് ഇത്ര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ഹെവിനെസ്, നമ്മുടെ ഫേസിന് ഒരു ഹെവിനെസ് ഫീൽ ഒട്ടും ചെയ്യില്ല കേട്ടോ. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ഗുണവും ദോഷവും, പ്രോസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ SPF 50 PA++++ ഉണ്ട്. മാത്രമല്ല UVA UVB ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സ്മെല്ലൊന്നുമില്ല. ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പുറത്ത് പോകുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിപ്പോ എല്ലാ സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഈ സൺസ്ക്രീൻ എന്തായാലും വാങ്ങിക്കാം കേട്ടോ. ഡെയിലി നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്. അപ്പൊ ഇന്നത്തെ ഇതിന്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ പ്രൊഡക്റ്റ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് പ്രൊഡക്റ്റ്. അപ്പൊ എനിക്കിത് ഉപയോഗിച്ചിട്ട് ഒത്തിരി ഇഷ്ടമായി. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്തത്. പ്രൊഡക്റ്റ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം അതൊന്ന് കമന്റ് ആയിട്ട് അറിയിച്ചാൽ നന്നായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.